റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഇന്നത്തെ ഞായറാഴ്ച നമ്മുടെ ചിന്തയ്ക്കായിട്ട് സഭ നൽകിയിട്ടുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ളതാകുന്ന വേദഭാഗങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള വേദഭാഗങ്ങൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം യൂക്കറിസ്റ്റ് ചാപ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ളതാകുന്ന ഒരധ്യായം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഈ അധ്യായത്തിലാണ് കർത്താവ് അഞ്ചപ്പം കൊണ്ട് 5000 പരിപോഷിപ്പിക്കുകയും അതുപോലെ തന്നെ ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നുള്ളതാകുന്ന ആ പ്രഖ്യാപനം കർത്താവ് നടത്തുകയും അതിൻ്റെ വിശദീകരണം നൽകുകയും പിതാവും പുത്രനും ഒന്നായി ആ പുത്രത്വത്തിൻ്റെ ആത്മാവിലേക്ക് കടന്നു വരുന്നവർക്ക് മാത്രമേ നിത്യജീവൻ്റെ അവകാശം ലഭിക്കുകയുള്ളൂ എന്ന് യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുകയും ഈ അധ്യായത്തിൽ ചെയ്യുന്നു. ഇവിടെ നാം വായിച്ചു കേട്ടതാകുന്ന ഈ വേദഭാഗത്തിൻ്റെയും 1-ാമത്തെ വാക്യം തന്നെ ആരംഭിക്കുന്നത് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഈ അപ്പം ഭക്ഷിക്കുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, ഒരിക്കലും ദാഹിക്കുകയുമില്ല എന്ന് പറയുന്നു. എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും ഈ അപ്പത്തിൻ്റെ അംശികളായി തീരുവാനോ എന്നിലേക്ക് കടന്നു വരുവാനോ സാധിക്കുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ ആ അർത്ഥത്തിലേക്ക് കടന്നു വരുവാൻ ഈ അപ്പത്തിൻ്റെ അംശികളായി തീരണം എന്ന് യേശുക്രിസ്തു തൻ്റെ പഠിപ്പിക്കലുകളിൽ, ശിഷ്യന്മാരുള്ള പ്രഭാഷണങ്ങളിൽ, യഹൂദന്മാരോടുള്ളതാകുന്ന പ്രഖ്യാപനങ്ങളിൽ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വേദഭാഗത്തിൽ നിന്ന് 1-2 ചെറിയ ചിന്തകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു ഇവിടെ പറയുന്ന ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാകുന്ന പുത്രനാകുന്നു യേശുക്രിസ്തു എന്ന് അവരെ ഒന്നാമതായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ദൈവപുത്രൻ്റെ ആ നിത്യജീവൻ്റേതാകുന്ന അവകാശം ദൈവപുത്രനിൽ അടങ്ങിയിരിക്കുന്നു എന്ന് യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു. ജീവൻ്റെ അപ്പം ഭക്ഷിക്കുന്നവന് മരണമില്ലായ്മയും നാശമില്ലായ്മയും വിശപ്പില്ലായ്മയും ദാഹമില്ലായ്മയും അവൻ്റെ ജീവിതത്തിലൂടെ സംഭവിക്കുന്നു. ഇത് ആന്തരികവും ബാഹ്യവുമാകുന്ന അർത്ഥത്തിൽ ഈ വാക്യങ്ങളെ സമീപിച്ചു എങ്കിൽ മാത്രമേ അതിൻ്റെ അർത്ഥതലത്തിലേക്ക് പൂർണ്ണമായി നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നിത്യജീവന് പങ്കാളിയായി തീരുകയും ചെയ്യുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനോട് കൂടെ യേശുക്രിസ്തുവിനെ ഭക്ഷിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. അന്ത്യത്താഴ സമയത്ത് യേശുക്രിസ്തു ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞും എടുത്ത് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് പറയുന്നു, നിത്യജീവൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നശിച്ചു പോകാത്തതാകുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും ഉയരുവാനായിട്ട് ഇടയാകണം. ആ നാശമില്ലായ്മയിലേക്ക് ഉയരണമെങ്കിൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ ഭക്ഷിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. വെറുതെ ഭക്ഷിക്കുകയല്ല, അത് വിശ്വാസത്തോടുകൂടി ദൈവത്തിലുള്ളതാകുന്ന പ്രത്യാശയോടുകൂടി അവൻ്റെ പുനരുദ്ധാരണത്തിന് ഇത് കാരണമായി തീരും എന്നുള്ളതാകുന്ന ആഹ്വാനത്തോടുകൂടെ നമുക്കിത് ഭക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നു എങ്കിൽ മാത്രമേ യേശുക്രിസ്തുവാകുന്ന നിത്യജീവനെ, യേശുക്രിസ്തുവാകുന്ന ഭക്ഷണത്തെ നമുക്ക് ഭക്ഷിച്ച് നാശമില്ലായ്മയും ദാഹമില്ലായ്മയും വിശപ്പില്ലായ്മയും പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആന്തരികമാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ആത്മീയമാകുന്ന കൃപയെ നാം പ്രാപിച്ചു എങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയില്ല. എൻ്റെ പിതാവിൻ്റെ ആകർഷണമില്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. ഞാൻ ആരാകുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് തന്നിട്ടുള്ളതാകുന്ന ബുദ്ധിയും ശക്തിയും ജ്ഞാനവും വിവേകവും ഒക്കെ പരിജ്ഞാനത്തോടുകൂടി തിരിച്ചറിവോടുകൂടി
നാം പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ദൈവഹിതം നമ്മിൽ നടപ്പാകുകയുള്ളൂ എന്നുള്ള കാര്യം നാം ഓർക്കണം. നന്മതിന്മകളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നാം ഓർക്കണം. ഈ നന്മതിന്മകളെ തിരിച്ചറിഞ്ഞു എങ്കിൽ മാത്രമേ ജീവന്റെ അപ്പത്തെ ഭക്ഷിച്ചുകൊണ്ട് ജീവന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് നിത്യജീവന്റെ അവസ്ഥയിലേക്ക് വളർന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് യേശുക്രിസ്തു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ ഭക്ഷണം എന്നെ ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നത്. പൗലോസ്ലീഗായുടെ ലേഖനം വായിച്ചപ്പോൾ പൗലോസ്ലീഗ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാനായിട്ട് വേറൊന്നുമില്ല എന്ന്. ഈ ക്രൂശിൽ പ്രശംസിച്ചുകൊണ്ട് പൗലോസ്ലീഗ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിനു വേണ്ടി കാക്ഷിക്കുന്നു എങ്കിൽ മാത്രമേ ഈ നിത്യജീവൻ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തുവാകുന്ന ജീവന്റെ അപ്പത്തെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ശരീരാത്മദേഹികളിൽ ദൈവത്തിൻ്റെതാകുന്ന ഈ കൃപ വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു എങ്കിൽ മാത്രമേ ജീവന്റെ അപ്പമായിരിക്കുന്ന നിത്യജീവന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് ഇവിടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്, ദൈവം എല്ലാവരെയും പഠിപ്പിക്കുമെന്ന് പ്രവാചകൻ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പിതാവിൽ നിന്ന് കേട്ടു പഠിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരും. പിതാവിനെ ആരും കണ്ടിട്ടില്ല, ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രം പിതാവിനെ കാണുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രാപിക്കുകയും പ്രമാണിക്കുകയും അത് ജീവിതത്തിൽ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഈ നിത്യജീവന് ഭാഗവാക്കുകളായി തീരുവാനും ഈ നിത്യജീവന്റെ വാക്കുകളെ ശ്രദ്ധിക്കുവാനും ഈ നിത്യജീവനോടൊത്ത് പ്രവർത്തിക്കുവാനുമായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രവാചകന്മാർ മുഖാന്തരം നിബിയന്മാർ മുഖാന്തരം നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ആ കൽപ്പനകളെ സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയി എങ്കിൽ മാത്രമേ നമുക്ക് നന്മതിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിത്യജീവന്റെ പാതയിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവരാജ്യത്തിൻ്റെ ആ വഴികളിലൂടെ ആ പാതയിലൂടെ യാത്ര ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. ആ യാത്രയിൽ നമുക്ക് കൂട്ടായിരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ ആശ്ലേഷമായി തീരേണ്ടത് ആ ദൈവത്തിൻ്റെ കൃപാവരമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള ഗമനത്തിന് അത് വഴിയൊരുക്കേണ്ടത് ആ ദൈവത്തിൻ്റെതാകുന്ന വാക്കുകളും ചിന്തകളുമാണ്. അത് നമുക്ക് ആവാഹിക്കുവാനായിട്ട് സാധിക്കുന്നു എങ്കിൽ മാത്രമേ, അത് നമ്മുടെ ജീവിതത്തിൽ സംശീകരിക്കുവാനായിട്ട് സാധിക്കുന്നു എങ്കിൽ മാത്രമേ ഈ നിത്യജീവൻ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് ദൈവമാകുന്ന ജീവനുള്ള അപ്പത്തെ ഭജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾക്കും കൽപ്പനകൾക്കും കാതോർത്തുകൊണ്ട് മുമ്പോട്ട് ഗമിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സംഗതിയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിച്ചു.